മതിയായോ നിനക്ക്? അയ്യടി നീ ഇതെങ്ങനെ ചെയ്യണതെല്ലാം കൂടെ? ആ ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കിയല്ലോ. അച്ഛൻ അച്ഛാ എന്താ എന്തൊരു മൂഡ് ഓഫ്? നേരത്തെ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കണം. എന്ത് പറ്റി? ഒന്നുമില്ല. നീ എവിടെ പോയിരുന്നു? ഞാൻ ഇവിടെ ജിമ്മില്. ജിമ്മ് വരെ പോയതച്ചാ. ജിമ്മിൽ പോയോ? ആ ജിമ്മിലെന്ത് ഇവള്? ജിമ്മിലെന്തോ രാവിലെ എനിക്ക് അവിടെ പണി നടക്കുകയായിരുന്നു, അതുകൊണ്ട് രാവിലെ പോകാൻ പറ്റിയില്ല. പിന്നെ ഈവനിങ്ങിൽ ഇവളെയും കൂടി വിളിച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചു. ഇനി ഇവളെ ഇങ്ങനെ നിർത്തിയാൽ ശരിയാവൂല, വണ്ണം വെച്ച് വരുന്നു. അതുകൊണ്ട് ഇന്ന് കൊണ്ടുപോയി ജിമ്മിലൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ച് പുതിയ അഡ്മിഷൻ ആവുമല്ലോ ജിമ്മുകാർക്ക്. ജിമ്മിലോ അഡ്മിഷനോ? അവിടെ ജോയിൻ ചെയ്യാൻ നിനക്ക് പൈസ എവിടെ നിന്ന് കിട്ടി? പൈസ ഞാൻ കൊടുത്തില്ല അച്ഛാ, നാളെ കൊടുക്കണം. അതാ ചോദിച്ചാ, നാളെ എവിടെ നിന്ന് കിട്ടും? എന്ത് ചോദ്യം അച്ഛാ? എന്റെ അച്ഛൻ തരും. അച്ഛാ പിന്നെ എനിക്ക് ട്രെഡ്മില്ലും കൂടെ മേടിച്ചു തരുമോ? ആ അച്ഛാ, അവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ട്രെഡ്മില്ല് കിടപ്പുണ്ട്. 18,000 രൂപയേ ഉള്ളൂ. പുതിയതൊക്കെ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല പൈസയാവും. ഇതാവുമ്പോ അമ്മയ്ക്കും കൂടി ഉപയോഗപ്പെടും. ആ അത് ശരിയാ. ആ അച്ഛൻ തന്നെ അച്ഛൻ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കണേ? പറ. എനിക്ക് മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കിയല്ലേ? വായടച്ച് മിണ്ടായിരിക്കണോ രണ്ടും? ഞാനൊരു കിഴങ്ങനായ അച്ഛനാണെന്ന് വിചാരിച്ചാ? നീ ആരോട് ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇടപെടുന്നത്? എനിക്ക് എന്താ ഇവിടെ നോട്ടടി ഉണ്ടെന്ന് വിചാരിച്ചാ? പിങ്കി, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീയാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത്. ചുമ്മാ തിന്ന് നടക്കുക, വേറെ ഒരു പ്രയോജനവും ഇല്ല. രണ്ടും കൂടി ഇങ്ങനെ പൈസ ചെലവാക്കിക്കാൻ എടുക്കുന്നത്. അച്ഛാ ഇത്രയൊക്കെ പറയാ, ഇവിടെ എന്ത് സംഭവിച്ചു? നിന്റെ അടുത്ത് ഇവിടെ അഭിപ്രായം ചോദിക്കുക ആരെങ്കിലും ചോദിച്ചാ? നീ പിന്നെ എന്തിനാ ഇപ്പൊ സംസാരിച്ചത്? രണ്ട് കയറി പോയിക്കണോ അത്? എപ്പോഴും ഓരോ കാര്യം ട്രെഡ്മിൽ വാങ്ങിക്കണം പോലും 18,000 രൂപയ്ക്ക് അവൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. അവിടെ ഓരോ കാര്യങ്ങൾക്ക് പൈസ 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 കൊടുത്തോണ്ടിരുന്നാ മതി. ഇവിടെ മനുഷ്യൻ എങ്ങനെ കഷ്ടപ്പെടുന്ന അവർക്ക് അറിയണ്ട. കഴിഞ്ഞ രവിയേട്ടാ, ഞാനൊരു കാര്യം പറയാം. രവിയേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷനോ വിഷമോ ഉണ്ടെങ്കിൽ അത് പിള്ളേരെടുത്ത് തീർക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത്ര പറഞ്ഞാ മനസ്സിലാവും. രവിയേട്ടൻ കഴിക്കണില്ലേ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ കഴിച്ചിരിക്കണോ? രവിയേട്ടൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കും തോന്നുന്നുണ്ടോ? എന്റെ മണി, എനിക്ക് വിശപ്പില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ചൂടാവാൻ വേണ്ടി പറയുന്നതല്ല. ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛനോട് വിളിച്ച് പറഞ്ഞ് കുറച്ച് കാശ് വാങ്ങിക്കുക, EMI അടയ്ക്കുക, അത്രേ ഉള്ളൂ. ഇനി അച്ഛനോട് പറയാൻ മടിയാണെങ്കിൽ മണിക്കൂട്ടൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ? രവിയേട്ടന്റെ പേര് പോലും പറയട്ടെ, എന്റെ ആവശ്യത്തിനാണെന്ന് പറയാം. അതൊന്നും ശരിയാവില്ല, വേണ്ടെന്ന് പറഞ്ഞില്ലേ മണി? നീ കിടക്കാൻ നോക്ക്. ഞാനൊരു കാര്യം പറയാം. കിടന്ന് വിഷമിക്കണ കണ്ടപ്പം വിഷമം തോന്നിട്ട് ഞാൻ പറഞ്ഞതാ, അല്ലാതെ എനിക്ക് വേറെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. അത് പോട്ട് മണി, അത് ശരിയാവില്ല. അതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. മണി, പിള്ളേർക്ക് എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? പിള്ളേർ രണ്ടുപേരും വിഷമത്തിലാണ്. ഞാനാണെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയാ പറയുകയും ചെയ്ത്. എടി, പിങ്കിമോള് വല്ലതും കഴിച്ചാ? രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ല. അവർക്കേ ഞാൻ വഴക്ക് പറഞ്ഞ അത്ര വിഷമമൊന്നും വരില്ല. പക്ഷെ രവിയേട്ടൻ വഴക്ക് പറഞ്ഞ ഭയങ്കര ഫീലിങ്സ് ആണ്, പ്രത്യേകിച്ച് പിങ്കി മോക്ക്. ഒന്നും കഴിക്കാതെ അച്ഛൻ കഴിച്ചാലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നു. എന്നാ ഞാൻ അവര് നോക്കിട്ട് വരാം. എന്താ നോക്കിട്ടോ അച്ഛാ? അച്ഛാ, അതെ, അച്ഛൻ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലേ അത് ഞങ്ങളോട് ഷെയർ ചെയ്യണം. ആൺകുട്ടികളെ പോലെയൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്തായാലും നല്ലൊരു ജോലി കിട്ടുമല്ലോ ഞങ്ങൾക്ക്. അപ്പോൾ അച്ഛൻ്റെ ഏത് അവസ്ഥയിലും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ അച്ഛാ, ചെയ്തു വെച്ചോ, ഇതൊരു 13,000 രൂപയുണ്ട്. എനിക്ക് ജിമ്മിൽ നിന്ന് കിട്ടിയ പൈസ എല്ലാം കൂടി ഞാൻ കുറച്ചായിട്ട് കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയതാ. ഞാൻ വിചാരിച്ചു ഒരു വണ്ടി എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അല്ല, ആഗ്രഹമായിരുന്നു വണ്ടിയൊക്കെ എടുക്കണമെന്ന്. ഇനിയിപ്പോ അതൊന്നും വേണ്ട. ഇല്ല, ഇത് അച്ഛൻ വെച്ചോ. അതെ, അച്ഛൻ ഈ പൈസ കൊണ്ട് ലോൺ അടയ്ക്കണം. എന്റെ അച്ഛൻ ആരും മുമ്പേ തലവലിക്കുന്ന എനിക്കിഷ്ടമല്ല. അച്ഛൻ വേറെ വഴി കണ്ടോളാം. ഇല്ല, അച്ഛൻ അത് വെച്ചോ. അച്ഛാ
ഇത് അച്ഛൻ്റെ പിങ്കി മോളുടെ വക. അച്ഛൻ്റെ തീറ്റി പണ്ടാരം, അച്ഛൻ്റെ കാശെല്ലാം കളഞ്ഞു കുളിക്കുന്നവളെ. അച്ഛൻ തരുന്ന ഓരോ കാശും കുറച്ച് കുറച്ച് കൂട്ടി വെച്ച് ഉണ്ടാക്കിയതാ. 2000 രൂപ ഉണ്ടാവും. അച്ഛൻ വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അച്ഛൻ. അച്ഛൻ വെച്ചോ ലോൺ അടയ്ക്കാൻ. രവിയേട്ടനെ ഇപ്പൊ മനസ്സിലായ മക്കൾക്ക് അച്ഛനോട് എത്ര ജീവനാണെന്ന്? അതെ അച്ഛാ, അച്ഛൻ ഭക്ഷണം കഴിക്കാത്തോണ്ടേ അച്ഛൻ കഴിക്കുന്നവരെ ഈ വീട്ടിൽ നിന്ന് ജലപാനം ചെയ്യൂല എന്ന് ഞാൻ ശപഥം എടുത്തായിരുന്നേ. അച്ഛ അതുകൊണ്ട് വന്ന് കഴിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കണം അച്ഛാ. എന്തായാലും അവളുടെ വാശി തന്നെ ജയിച്ചല്ലോ. പിങ്കി മോളെ തോപ്പിക്കാൻ നിങ്ങൾക്ക് ആവില്ല രവിയേട്ടാ. വാ. മക്കള് ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.